ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി എം ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ഡേ നമ്മൾ മാങ്ങാടിലെ വിലാസ് ഭായിൻ്റെ അടുത്ത് പോയിട്ട് പുള്ളിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇടാൻ വേണ്ടി കുറച്ചൊന്ന് ഡിലേ ആയി. ചെറിയൊരു വർക്കിൻ്റെ കാര്യങ്ങൾ തിരക്കെല്ലാം കൊണ്ടാണ് കുറച്ചൊന്ന് ഡിലേ ആയത്. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വിലാസ് ഭായിൻ്റെ ലോഫ്റ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വിലാസ് ഭായ്. നമുക്ക് പുള്ളിയുടെ പ്രാവുകളും വിശേഷങ്ങളൊക്കെ കാണാം. കുറേ പ്രാവുകളുണ്ട്, 100-200ഓളം പ്രാവുകളുണ്ട്. ഫ്ലൈയിങ് ലോഫ്റ്റ് ഉണ്ട്. ബ്രീഡിംഗ് സെറ്റ് ഇപ്പം പുള്ളിയുടെ വീട്ടിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ ഫ്ലൈയിങ് ലോഫ്റ്റിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും വിലാസ് ഭായ്, നമുക്ക് പ്രാവിനെ ഒന്ന് കണ്ടാലോ? റെഡിയാണ്. ശരി. വിലാസ് ഭായി, നമസ്കാരം. നമസ്കാരം. ഈ ഒരു ഫീൽഡിൽ, അതായത് പറവപ്രാവ് എന്നുള്ള ഫീൽഡിൽ അങ്ങനെ ആരും കടന്നു വരാത്തൊരു ഫീൽഡാണ്. മാത്രമല്ല നിങ്ങൾ കൂടുതലും ബിസിനസ് ചെയ്യുന്നത് പുറത്താണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത്? ഹായ് എവരി വൺ, എൻ്റെ പേര് വിലാസ് കുട്ടി. ഞാൻ ആക്ച്വലി ക്രിക്കറ്റ് ഫീൽഡിൽ കുറച്ച് അറിഞ്ഞ ഒരാളാണ്. ഞാൻ പ്രൊഫഷണൽ ക്രിക്കറ്റ് കേരള രഞ്ജി ട്രോഫി അല്ല, 1 ഡേ 2020 കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ജൂനിയർ കാറ്റഗറി എല്ലാം കളിച്ചിട്ടുണ്ട്. Under 25, Under 19, Under 22 എല്ലാം കളിച്ചിട്ടുണ്ട്. എൻ്റെ ക്രേസ് എന്ന് പറഞ്ഞത് 2 ക്രേസാണ് ഉള്ളത്. ഒന്ന് പ്രാവ്, അതിപ്പോൾ എൻ്റെ ബ്ലഡിൽ ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഡോഗ്സ്, ആനിമൽ ക്രേസ്. അതൊരിക്കലും മാറാൻ പറ്റില്ല, കാരണം ചെറുപ്പം മുതലേ ഉള്ള ക്രേസാണ്. പിന്നെ എൻ്റെ മദർ, എൻ്റെ ഫാദർ എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. മദറിന് ഡോഗ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ബേർഡ്സ് മമ്മി, മദർ എല്ലാവരും നോക്കാറുള്ള. ഡാഡി പിന്നെ എൻ്റെ മുന്നേ വീഡിയോ ചെയ്ത് അവർ എല്ലാം ഡാഡീൻ്റെ കോൺവെർസേഷൻസ് എല്ലാം അതിലുണ്ട്. അപ്പോൾ അവരെല്ലാം സപ്പോർട്ടീവാണ്. നമ്മൾ ഒരു ഫീൽഡിലും ഇപ്പം നമ്മൾ ഡോഗ്സ് ആയാലും ഇല്ലെങ്കിൽ ബേർഡ്സ് ആയാലും സപ്പോർട്ടില്ലാണ്ട്, വീട്ടിലുള്ള സപ്പോർട്ടില്ലാണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ ചോദിച്ചത് പറഞ്ഞാൽ നിങ്ങൾ പ്രാവ് ഫീൽഡിൽ എങ്ങനെ വന്നതെന്ന്. പ്രാവ് ഫീൽഡിൽ എങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ 6th സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് പ്രാവിനെ കണ്ട്, അതായത് പറക്കുന്ന കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ ഉള്ളത്. എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടിയെ നമുക്കൊരു വാശി ഉണ്ടാവും. ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് വേണം. എൻ്റെ ഫാദറാണ് ഫസ്റ്റ് പ്രാവിനെ വീട്ടിൽ കൊണ്ടുത്തന്നത്. അത് പറവയല്ല, ഒരു ലോക്കലൈറ്റ് ബ്രീഡാണ് കൊണ്ടുത്തന്നത്. അപ്പം അത് എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ കെൽട്രോണിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. KPN കുട്ടി എന്നാണ് പേര്. അപ്പം ഫാദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പോർട്സ്മാൻ, ഒരു സപ്പോർട്ടീവ് ഫുട്ബോൾ ടീമെല്ലാം, കെൽട്രോണിൻ്റെ ഫുട്ബോൾ ടീമെല്ലാം ഒരു സപ്പോർട്ടീവായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഇതുകൊണ്ട് പ്രാവ് എവിടെ നിന്നോ കൊണ്ടു തന്നു. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ 6th സ്റ്റാൻഡേർഡിലെല്ലാം പഠിക്കാൻ നമുക്ക് പ്രാവിനെ പറ്റി അങ്ങനെ അറിയില്ല, പ്രാവിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പം അന്നേരം നമ്മളെന്ന് പറഞ്ഞാൽ ഒന്നിക്ക് ഒരു കോമ്പൗണ്ട് ഉള്ളിൽ ഒരു സ്ഥലത്ത് വെക്കും, തിരിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒരു വാളിൻ്റെ മുകളിൽ വെക്കും. അങ്ങനെയാണ് ഇപ്പം നമുക്ക് ചെറുപ്പത്തിൽ എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്. അപ്പം അന്നേരം അന്ന് കെൽട്രോൺ ഒരു ലീഗ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചു തന്നു. ഒരു ഷീൽഡ് വീട്ടിൽ വന്നേരം ഈ സൂര്യപ്രകാശം കൊണ്ട്, ഷൈനിങ് കൊണ്ട് 2 പ്രാവും പറന്നുപോയി. അപ്പോൾ ആ ടൈം ഞാൻ ആക്ച്വലി ഷട്ടിൽ കളിക്കാറുണ്ട്. ഡിസ്ട്രിക്റ്റിലെല്ലാം കളിച്ചതാണ് ഞാൻ. ഷട്ടിൽ ഡിസ്ട്രിക്ട് ഇൻഡോറിലെല്ലാം കളിച്ചാണ്. ലാലേട്ടനാണ് എൻ്റെ മെൻറ്റോർ. അന്നേരം ദീപക് അമർനാഥ് അവരെല്ലാം നമ്മളൊരു മെൻറ്ററാണ്. അപ്പോൾ ആ ഒരു ടൂർണമെന്റ് നടക്കുന്ന ടൈം എൻ്റെ ഫാദർ എന്നെ വന്നിട്ട് ചോദിച്ചു, എനിക്കൊരു നല്ല ന്യൂസ് ഉണ്ട്. നമ്മൾ എന്താണ്, നിന്റെ ഒരു പ്രാവ് വന്നത്.
അപ്പോൾ അന്ന് പോയ 2 പ്രാവ്, 1 പ്രാവ് വന്ന്. അപ്പൊ ആ കളക്ഷൻ വെച്ച് തുടങ്ങിയതാണ് പ്രാവിന്റെ ഒരു നോർമൽ കളക്ഷൻ. പിന്നെ അങ്ങനെ ഞാൻ വീട്ടിന്റെ അടുത്ത് ഒരു ഫ്ലൈയിങ്ങിനുള്ളത് ബിജോയ്, രാജേട്ടൻ, വിജേഷ്, ഇവരെല്ലാം നമ്മളെ ആൾക്കാരല്ല. അവര് പ്രാവായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാർ, ഫ്ലൈയിങ് എല്ലാം. അങ്ങനെയാണ് എനിക്ക് ഈ ഫ്ലൈയിങ് ക്രേസ് വന്നത്. പിന്നെ ഞാൻ താഴത്തെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു, ഒരു സിറ്റി ഭാഗത്തുള്ള. പിന്നെ അങ്ങനെ ഒരു ഗ്യാങ് ആയി, 5 സ്റ്റാർ ഒരു ടീമായി. അങ്ങനെ പ്രാവിനെ വാങ്ങിക്കാനെല്ലാം അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും. പണ്ട് പോലെ ഉള്ള ക്രേസാണ്. അപ്പൊ അങ്ങനെ അവിടെ ടൈമിങ് പറപ്പിച്ചിട്ടുണ്ട്. സിറ്റിയിൽ 13-4 സുർമ, നമ്മളെ പഴയ സുർമയാണ് ഇതെല്ലാം. ഈ ഇപ്പൊ ഞാൻ മാങ്ങാട് മാറിയതിനു ശേഷം കൂട്ടിൽ അതിന്റെ ലൈനേജ് പ്രാക്കളുണ്ട്. പക്ഷെ അവരാണ് മെയിനായിട്ട് പ്രാവായിട്ട് ഒരു ഫ്ലൈയിങ് ആയിട്ട് മെയിനായിട്ട് കൊണ്ടുവന്നത് അവരാണ്. 5 സ്റ്റാർ താഴത്തെ ഒരു ടീം അതിന് ശേഷം. വിലാസ് ഭായി, അപ്പൊ നിങ്ങൾ ഈ ഇവിടെ ഇപ്പം കീപ്പ് ചെയ്ത് കൊടുക്കുന്നത് ബ്രീഡിംഗ് സെറ്റ് മാത്രമാണോ, എങ്ങനെയാണ് അതിന്റെ? അല്ല, ഇപ്പൊ എന്താ ചെയ്യുന്ന പറഞ്ഞാല് വീട്ടില് ഫുൾ ബ്രീഡിങ് മാത്രമേ ഉള്ളൂ. ഫ്ലൈയിങ് സ്റ്റോപ്പ് ആക്കി. കാരണം ഒന്നാമത് മേലെയുള്ള കൂടെല്ലാം മാറ്റി. അപ്പം നമ്മള് പുതിയ ബിൽഡിങ് ലാസ്റ്റ് സീസൺ മുതൽ എടുത്തായിരുന്നു. നല്ല സൈറ്റ് എല്ലാം ആണ്, അത് നിങ്ങൾ വീഡിയോയിൽ കാണും. അപ്പൊ അന്നേരം ഒരേ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫാൽക്കന്റെ പ്രോബ്ലം ആണ്. വേറെ ചുറ്റുവട്ടത്തുള്ള അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പം ഫ്ലൈയിങ്ങിനെ അവിടെയാണ്. അപ്പൊ ഈ സീസൺ ഹോപ്പ്ഫുള്ളി ഫാൽക്കന്റെ പ്രശ്നം ഇല്ലെങ്കിൽ ഒരു നല്ല ടൈം എന്തായാലും പറക്കാനുള്ള കപ്പാസിറ്റിയുള്ള ബേർഡ്സ് കയ്യിലും ഉണ്ട്. ലൈനേജ് എല്ലാം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈനേജ്, നാഗർകോവിൽ ലൈനേജ്. പിന്നെ അതുപോലെ ഞാൻ നാഗോട്ടത്തിന് കുറച്ച് കളക്ഷൻസ് എടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അൺലിമിറ്റഡ് പറക്കാനുള്ള കപ്പാസിറ്റിയുള്ള ബേർഡ്സ് ഉണ്ട്. ഇനി ബാക്കി ദൈവം സഹായിച്ചിട്ട് എന്താ പറ്റുക എന്നുള്ളത് നമുക്ക് പ്രാവ് ഫീൽഡിൽ ഒന്നും പറയാൻ പറ്റില്ല. ബാക്കി നോക്കാം. ഓക്കെ. നിങ്ങളിപ്പോ ഈ സീസൺ ടൈമിൽ ഫുഡും കാര്യങ്ങളും എങ്ങനെ, അഡീഷണൽ ഫുഡും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇപ്പൊ ഞാൻ ആക്ച്വലി നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് ആരോഗ്യന്റെ തളിപ്പറമ്പ്, മനോജ് ഏട്ടൻ എന്നാണ് പേര്. അപ്പൊ ഞാൻ മിക്സ് ഫീഡാണ് ഇപ്പം എൻ്റെ ബ്രീഡേഴ്സിനെല്ലാം കൊടുക്കല്. അതിലെന്താ ഗുണം എന്ന് പറഞ്ഞാല് ഈ ഫുഡിൽ വരുന്ന ഈ അൺനെസറി കച്ചറ പ്രോബ്ലംസ്, പ്രാവിന് സൂക്കേട് ഭയങ്കര ലെസ്സാണ്. എനിക്കിപ്പോ കൊടുത്തതിന് ശേഷം ഇപ്പൊ ഏകദേശം ഒരു 95% ഈ എന്താ പറയാ കൊട്ടുന്ന സൂക്കേട്, അങ്ങനത്തെ പ്രോബ്ലംസ്, തിരിച്ചല്, അങ്ങനത്തെ പ്രോബ്ലംസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ റെഗുലർ ആയിട്ട് ഇപ്പൊ മിക്സ് ഫീഡാ കൊടുക്കല്. ഇനിയിപ്പം ഫ്ലൈയിങ് ബേർഡ്സിന് എന്താ കൊടുക്കല് എന്ന് പറഞ്ഞാല് അതിപ്പോ അഡീഷണൽ കടല കൊടുക്കും. ചിലപ്പം സീസണിൽ ഇപ്പം ബദാമിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ബദാം കൊടുക്കും. പക്ഷെ ലാസ്റ്റ് സീസൺ അല്ല, ഒരു 3 വർഷം മുന്നേ ഇവിടെ 13-24 പറപ്പിച്ച ടൈം ബദാമോ അങ്ങനത്തെ ഒന്നും ആഡ് ഓൺ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മേ ബി പീനട്സ്, നമ്മളെ നിലക്കടല അത് കൊടുത്തിട്ടുണ്ട്, അതേ ഉള്ളൂ. പിന്നെ മിക്സ് ഫീഡ് തന്നെ ഞാൻ ചെയ്യലു. ബാക്കി പ്രാവിന്റെ കപ്പാസിറ്റി അതാണ് മെയിൻ. വിലാസ് ഭായി, അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്, പ്രാവുണ്ട്. അപ്പം എല്ലാം ഇപ്പം കണ്ടെടുത്തോളം എല്ലാം ഹെവി റേഞ്ച്, അതായത് ഒരു അൺലിമിറ്റഡ് ലൈനിലോട്ട് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കളക്ട് ചെയ്തൊക്കെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ബേർഡ്സ് ഒക്കെ ആണെന്നുള്ളത്. നിങ്ങൾ ബ്രീഡിങ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രാവുകൾ ഉണ്ടാവില്ലേ, അത് സെയിലാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കൊടുക്കലാണോ, എങ്ങനെയാണ്? ഞാന് ഇപ്പം കളക്ഷൻസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാല് മെജോറിറ്റി നാഗർകോവിൽ ലൈനേജ് ബേർഡ്സ് ആണ്. പിന്നെ കുറച്ച് നാഗപട്ടണം ബേർഡ്സ് ഉണ്ട്. എന്നെ കുറച്ച് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നാഗപട്ടണം ബേർഡ്സ് റെഡി ആവാന്. അതേപോലെ എനിക്ക് കൊച്ചിയിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. കൊച്ചിയിലെ കുറച്ച് അവർ തമിഴ്നാട് കൊണ്ടുവന്ന ബേർഡ്സ് ഇവിടെ കൂട്ടിലുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൂട്ടിലെന്ന് പറഞ്ഞാൽ വെറും ബ്രീഡിങ് മാത്രമല്ല. ഇപ്പൊ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വെളിയിലായതുകൊണ്ട് അപ്പം നോക്കാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം ഒരു 20% ഞാൻ ഓൾറെഡി പ്രാവുകൾ കുറച്ച് വെളിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയും കുറെ ബേർഡ്സ് എനിക്ക് കൊടുക്കാനുണ്ട്. കാരണം മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരു ഫ്ലൈയിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്, പ്രാവിനെ ടേക്ക് കെയർ ചെയ്യുന്നത് എപ്പോൾ മസ്റ്റാണ്. അപ്പൊ അന്നേരം എത്ര ക്വാളിറ്റി ബേർഡ്സ് ഉണ്ടായാലും ഒരു ലിമിറ്റ് വരെ നമുക്ക് കൂട്ടിൽ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത് എൻ്റെ പാരൻസ് ഓൾറെഡി വയസ്സായി വരുന്നതാണ്. അപ്പം പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന അനീഷിന് ഇപ്പൊ അവൻ്റെ കാര്യങ്ങളുണ്ട്, പ്രാരാബ്ദങ്ങൾ എല്ലാവർക്കും വരുന്നതാണ്. അപ്പൊ അന്നേരം ആളില്ലാത്തരം ഇത്ര ക്വാളിറ്റി ബേർഡ്സ് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാനിപ്പം പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് കുറച്ച് ബേർഡ്സ് മാത്രം വെച്ചിട്ട് ബാക്കി
ആർക്കും നല്ല അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാനുള്ള ആഗ്രഹമുണ്ട്. അത് വിലാസ് ഭായി, നമ്മളിപ്പോ നിലവിൽ നിങ്ങളിപ്പോ 13 സംതിങ് ഒക്കെ 2-3 തവണയായിട്ട് പറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഗാർഡന്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഫുള്ള് മരങ്ങളാണ്, ഫുള്ള് ഓലക്കൂടുള്ള ഒരു ഏരിയയില് നിങ്ങൾ ഏത് രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുള്ളത്? അല്ല, ഇവിടെ എന്ന് പറയുന്നത് നമ്മള് ഒരിക്കലും സറൗണ്ടിങ് നോക്കിയിട്ട് അൺലിമിറ്റഡ് വർപ്പിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അത് മെയിൻ കഴിവ് ഒന്ന് പ്രാവ്, രണ്ടാമത് മെയിൻ ഇമ്പോർട്ടൻസ് ട്രെയിനറാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന ടൈം ഇവിടെ ശിവബാലൻ എന്ന് പറഞ്ഞ നാഗർകോവിലുള്ള ഒരു നമുക്കറിയുന്ന ഒരാളുണ്ടായിരുന്നു. അവർ ഇവിടെ ഫെൻസിങ്ങിന്റെ വർക്കെല്ലാം ചെയ്തത്. പക്ഷെ അവരെ ഇപ്പൊ റേസിംഗ് ഹോമറിലാണ് അവരെ കോൺസെൻട്രേഷൻ. അവരെ കുറെ പ്രാക്കളി കൂട്ടിലുണ്ട്, നാഗർകോവിലാണ്. അവരിവിടെ ആ ടൈമിന് പ്രാവിനിവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഒരു സുർമൈ ലൈനേജ് ഒരു ബേർഡ് ഞാൻ വന്ന ടൈം അവര് പ്രാവിനെ പറപ്പിച്ചു. ഓക്കെ, ഈവനിങ് ടൈമാണ് പറപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ ചുറ്റുവട്ടത്തും മഹാഗണിയാണ്, ഫുൾ കവേർഡ് ആണ്. ഇവിടെ ഈ ഇങ്ങനത്തെ തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അന്നേരം ഫ്ലഡ് ലൈറ്റിൽ രാത്രി പറപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു പ്രാവിന് ലാൻഡ് ചെയ്യണോ വെച്ചു. ഒരു രാത്രി 10:30-11 മണി ലാൻഡ് ചെയ്യണോ വെച്ചു. ഞാൻ അപ്പൊ അവരെന്താ ചെയ്തെന്ന് പറഞ്ഞാല് ഈ ഇവിടെയുള്ള 50 വോൾട്ടിന്റെ ബൾബ് ഇവിടെ ഓൺ ആക്കിയിട്ട് ഫ്ലഡ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അത് ഓൺ ആക്കിയപ്പോൾ പ്രാവ് കറക്റ്റ് ഇവിടെ സെന്ററിൽ വന്ന് ഫ്ലോറിൽ വന്നിരുന്ന്. ഓക്കെ, അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് മെയിൻ ഇമ്പോർട്ടൻസ് ട്രെയിനറാണ്. പ്രാവ് ക്വാളിറ്റി എത്ര ഉണ്ടായാലും ട്രെയിനറിലാണ് ഇമ്പോർട്ടൻസ് അവിടെ ഉള്ളത്. അപ്പൊ അതിലാണ് എനിക്ക് മനസ്സിലായത് ട്രെയിനിങ് ഒരു മസ്റ്റ് ഒരു കാര്യമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ 13, 12, 13 പറപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ മേലെ ബിൽഡിങ്ങിൽ കുറച്ചൊരു ഓപ്പൺ ഏരിയ ആണ്, കുറച്ചൊരു ഈസിയർ പ്രാവിന് ഇരിക്കാനും കാര്യങ്ങളല്ലോ. പക്ഷെ അതെല്ലാം അതിനുള്ള ടെക്നിക്സിൽ നമ്മൾ കുറെ ഇപ്പൊ ഷെരീഫ് ഉണ്ട്, അതുപോലെ നാഗർകോവിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, കൊച്ചിയിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെല്ലാവരും ഓരോ സജഷൻസ് ഉണ്ട്. അതുപോലെ നമ്മളെ പാലക്കാടിലെ മനാഫ് ഉണ്ട്. ഞാൻ ഒരു വേറെ പിജൻ മാസ്റ്റേഴ്സ് എന്ന ഗ്രൂപ്പെല്ലാം ഉണ്ട്. അവരെല്ലാം സജഷൻസ് എല്ലാം ചോദിച്ചിട്ടാണ് ഞാൻ കുറെ കാര്യങ്ങളെല്ലാം പഠിച്ചത്. അപ്പൊ അതിലൂടെ കുറെ മനസ്സിലാക്കുക മെയിൻ ഇമ്പോർട്ടൻസ് ട്രെയിനിങ് ആണ്. അത് നിങ്ങൾ എത്ര ക്വാളിറ്റി പ്രാവ് ഉണ്ടായാലും ട്രെയിനിങ് കറക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ അൺലിമിറ്റഡ് ആയാലും ഈ 13 ടൂർണമെന്റ് ആയാലും നിങ്ങൾക്ക് പറപ്പിക്കാൻ പറ്റൂല. പ്രാവിന്റെ ക്വാളിറ്റിയിൽ കാര്യമില്ല. പിന്നെ നിങ്ങൾ ഫുഡ് മെയിൻ ആയിട്ട് ചെയ്യണം. ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കണം. കറക്റ്റ് എത്ര പ്രാവിന് ആ ഫിറ്റ്നസ് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മളൊരു എന്താ പറയാ ഒരു മാരത്തൺ റണ്ണർ ഇല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സൺ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തിട്ട് ഫിസിക്കലി സെറ്റ് ആവും അതേപോലെ പ്രാവിനെ സെറ്റ് ആക്കണം. അല്ലാണ്ട് പ്രാവിനെ വെറുതെ കൂട്ടിൽ വെച്ചിട്ട് ഫുഡ് മാത്രം കൊടുത്ത് പ്രാവ് പറക്കുന്നു പറഞ്ഞാൽ പ്രാവ് പറക്കൂല. അപ്പൊ അനീഷ് ചേട്ടാ, നിങ്ങൾ ഈ ഒരു പറവ ഫീൽഡിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? എൻ്റെ പേര് അനീഷ്. നമുക്ക് വീഡിയോ ഒന്നും എടുത്ത് ശീലമൊന്നുമില്ല, എന്നാലും എനിക്ക് പറയുമ്പോൾ ഒരു ഇതുണ്ടാവും. പിന്നെ ഞാൻ ചെറിയ പ്രായത്തിലെ നാടൻ പ്രാവിനെല്ലാം പോറ്റിയാണ്. പിന്നെ ഈ പറവ അറിയുന്നത് കണ്ണാടിപ്പറമ്പ് നമ്മളെ ഷെരീഫ് ഖാൻ്റെ ഇതിലാണ് അറിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം നമ്മളെ അമ്മേൻ്റെ വീട്ടിൽ, എൻ്റെ വീട് അരിമ്പറയാണ്, അമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ പ്രാവിനെ ഇങ്ങനെ ഒരു പുരേൻ്റെ റൂമിൽ ഇട്ടിട്ട് പോറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ നിന്ന് വിൽക്കുമെന്ന് ചോദിച്ചാലും പറഞ്ഞു ഇല്ല, അവരെന്തോ പറപ്പിക്കുന്ന പരിപാടിയാണ്, മത്സരത്തിന് പ്രാവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ ആളാർന്ന് വീടി ഇറക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പേര് അസർപ്പിക്കാന്ന്, പ്രാഞ്ചിയാട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാം. അപ്പോൾ പ്രാഞ്ചിയാട്ടന് പിന്നെ ഞാൻ 2-3 ദിവസമായിട്ട് അവിടെ പോകാൻ തുടങ്ങി. പിന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ ഇവരിങ്ങനെ ഇളക്കും, എന്നിട്ട് പറയാ പ്രാവ് ഇത്ര ടൈമായി എന്നെല്ലാം പറഞ്ഞിട്ട് സമയമെല്ലാം നോക്കിയിട്ട് പ്രാവിന് ഇറക്കുന്നു. അങ്ങനെ ഞാൻ കുറേ ദിവസം പോയി ആടെ ഇതായി. അപ്പോൾ ശരിക്കും അവിടെ ഉണ്ടായിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ പ്രാഞ്ചേട്ടനായിട്ട് ഞാൻ നല്ല ഇതായി. അവിടുന്ന് പ്രാവിനെ പറ്റിയിട്ട് ഇങ്ങനെ ഇളക്കണം, എങ്ങനെ ഇതാക്കണം എന്നെല്ലാം പറഞ്ഞു. പ്രാവിന്റെ കണ്ണ് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മത്സരത്തിന് വിടുക, ഒരു പ്രാവ് സെറ്റായിട്ട് പാല് ചുറ്റിയിട്ട് പറപ്പിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. അന്നേരമൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു ഇതില് ഷെരീഫ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഷെരീഫ് ഖാനെ പരിചയപ്പെട്ടിട്ട് ഷെരീഫ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഗൾഫിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ എൻ്റെ എന്ന് പറഞ്ഞാല് ഞാനും അന്നേരം അവിടെ മത്സ്യം തന്നെ പിടിക്കുന്നു. ഞാൻ അപ്പുറത്ത് തന്നെ എൻ്റെ അമ്മേൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുനിന്ന് ഞാൻ പുഴയിൽ മത്സ്യം പിടിക്കുന്ന അന്നേരം പറഞ്ഞാൽ എനിക്ക് ടൈം ഉണ്ടാവും നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടു. പക്ഷേ പോയിട്ട് ആദ്യം കുറച്ച് ഇതുണ്ടായിരുന്നു, നമ്മള് പ്രാവിനെ ഇളക്കുമ്പോൾ അത് പോയിട്ട് മേലെ നിന്ന് ജോടടിക്കുക, നമ്മളെ മത്സരത്തിനല്ലെങ്കിലും മറ്റുള്ള പ്രായം നമുക്കറിയില്ലല്ലോ എങ്ങനെ പ്രാവിന് പോറ്റുന്നത് തോന്നുന്നു. അങ്ങനെ ഷെരീഫ് ഒരു ഫോൺ ചെയ്തിട്ട് നമ്മളോട് ഡെയിലി നമ്മളെ എങ്ങനെ പറയണ്ടേ
എന്താ ഇത് നമ്മളോട് എന്നാ തത്തേനോട് നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ, അതേപോലെ പറഞ്ഞു തന്ന് ഇങ്ങനെ വിടണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അതേപോലെ നമ്മൾ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ പ്രാവ് പറഞ്ഞ് നമ്മളെ എനിക്ക് ഒരാഗസ്റ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞേ തോന്നും. അങ്ങനെ പ്രാവ് പറഞ്ഞാൽ അപ്പൊ ഞാൻ ആ പ്രാവിനെ അത്രയും ട്രീറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാല് ഒരു സബ്ജക്ട് പ്രാവാ. അന്നേരം ഒരു നമ്മള് കാടൻ പ്രാവ് എന്നേരം പറയല് ഒരു സബ്ജക്ട് കളറില് കാടൻ പ്രാവിന് ഒരു സബ്ജാന്ന് പറയല്. ആ ടൈം എനിക്ക് അറിയാത്ത ടൈം. അപ്പൊ അത് ഒരു വലിയ കാട്ടിന്റെ അകത്ത് ചട്ട പിടിച്ച് നിന്ന് ഒരു ഈ പറഞ്ഞത് മത്സരത്തിൽ. അപ്പൊ ഇത് പോയിട്ട് ഇവര് ശ്രദ്ധിക്കുന്നില്ല. ഞാനിത് ഒരു വലിയ കാട് മുള്ളു തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ പ്രാവിനെ എടുത്ത് ഇവർക്ക് കൊടുത്തു. അങ്ങനെ ആ പ്രാവ് എനിക്ക് ഞാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരന്നെ നമ്മളെ ഏൽപ്പിച്ച ഇതല്ലേ. അപ്പൊ പിന്നെ പ്രാഞ്ചിയാട്ടിന് കുറച്ച് കയ്യാണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് ആ പ്രാവ് നമുക്ക് നിന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പ്രാഞ്ചിയാട്ടിനെ വിളിച്ച ആ പ്രാവ് പറഞ്ഞു സബ്ജ അപ്പൊ ആ പ്രാവ് അത്രയും നമ്മൾ കെയർ ചെയ്ത. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു ഇതാണ് ഫസ്റ്റ് നമുക്ക് വന്നത്. പിന്നെ അതിനോട് അട്രാക്ഷൻ തോന്നി. എന്ന് പറഞ്ഞാല് നമ്മള് നല്ല ചെയ്താല് പ്രാവ് പറക്കുന്നുള്ള നമ്മൾ പ്രാവിന്റെ മനുഷ്യന്റെ അല്ല, പ്രാവ് നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുള്ള അന്ന് ഞാൻ മനസ്സിലാക്കി. ചേട്ടാ എന്തായാലും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് മരങ്ങളും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള ഏരിയ. അപ്പൊ ഇവിടെ എന്തായാലും ഓൾറെഡി 13 പറപ്പിച്ച് കാണിച്ചു കൊടുത്തൊരു സ്ഥലമാണ്. ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ വന്നിട്ട് നിങ്ങളെ ട്രെയിനിങ്ങിന്റെ രീതി എങ്ങനെയായിരുന്നു? അത് ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടെ 13 പറപ്പിച്ചിന് 13, 12 അങ്ങനെ നമ്മളെ ഗൗഷിക് എന്ന് പറഞ്ഞ ഒരു ചങ്ങായി ഉണ്ടായി പറപ്പിച്ച്. അപ്പോൾ ഇവിടെ പ്രാവ് പറക്കൊന്നും അല്ല, നമുക്ക് മുൻപരിചയം ഷെരീഫ് ഖാന്റെ നല്ല ഏരിയ ആണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫുൾ മരങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പൊ ഞാൻ വരുമ്പോൾ ഇവിടെ ഇത് ചെയ്തു എന്താ പറഞ്ഞാൽ പ്രാവെല്ലാം ഒന്ന് ഓലമ്മിലും മറ്റേ മറിച്ച് മരങ്ങൾ മൊത്തം മരമാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇങ്ങനെ മത്സരത്തെല്ലാം വിട്ടാൽ ചിലപ്പോൾ ലെഫറി ഒരു കണ്ണ് വെട്ടിയ ഇത് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് കാണും ഫുള്ളായിട്ട് മരമാണ്. അപ്പോൾ ലെഫറി ഒന്നും നോക്കിയില്ലേ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്നാൽ മേലെ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മളെല്ലാം മേലെ കൊണ്ടുപോയി അതിനുശേഷം നമ്മളെ നല്ല പറവ് അർപ്പിച്ചിട്ടുണ്ട്. പ്രാവ് 13-24, 13-12, 13-16 ഇങ്ങനെ 2020 നല്ല പ്രൈസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. മറ്റേ ഡേ നൈറ്റ് 12-50 ഇങ്ങനെ കുറേ പ്രൈസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. പ്രാവെല്ലാം നല്ല എന്താ പറഞ്ഞാൽ ഓരോ പ്രാവിനെ എടുക്കുമ്പോൾ പ്രാവ് പറക്കുന്നുണ്ട്. പക്ഷെ ഇതിന് ഈടെ ഉള്ള പ്രശ്നമായത് പട്ടയിൽ പ്രാവിന് അധികം നല്ല എന്താ പറയുക അത്രയും കൺട്രോളുള്ള പ്രാവിനെയാണ് നന്നായിട്ട് ഇവിടെ പറപ്പിക്കാൻ. ഇപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് ആടെയാണ് ഇപ്പം പ്രാവിനെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 2 കൊല്ലമായിട്ട് ഫാൽക്കണിന്റെ ഭയങ്കര അറ്റാക്കിങ്. അപ്പോൾ വിലാസ് ഭായി നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഇങ്ങനെ പറപ്പിക്കുന്നത് ഓരോരോ ആൾക്കാർ ജസ്റ്റ് കാര്യങ്ങൾ ചോദിക്കലുണ്ട്. നിങ്ങളിപ്പോ കാര്യമായിട്ട് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഷെരീഫ്ക്കാണ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവരെ ഹെൽപ്പ് എങ്ങനെയായിരുന്നു? ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ നിന്ന് പരിചയപ്പെട്ടു. ഷെരീഫ് ഖാൻ ഞങ്ങൾക്ക് പണ്ട് മുതലേ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായ ടൈം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് ഷെരീഫ്. ഓക്കെ, അപ്പൊ അന്നേരം അവരായിട്ട് ക്ലോസ് ആയെന്ന് പറഞ്ഞാല് ഇവരെപ്പോഴും വർക്ക് ചെയ്യുന്ന ടൈം അബുദാബിയിൽ നിന്ന് ദുബായിൽ വരും, എന്നെ വിളിക്കും. എൻ്റെ ഓഫീസിന്റെ അവിടെ വരും. നമ്മളെപ്പോഴും ഫുഡ് ലഞ്ച് എല്ലാം അധികം ഒന്നിച്ചാണ്. അങ്ങനെ ക്ലോസ് ബന്ധമാണ്. പിന്നെ ഇങ്ങനെ പ്രാവിന്റെ ഓരോ കാര്യങ്ങൾ അവർ നാട്ടിൽ പിന്നെ സെറ്റിലായി. പിന്നെ എന്ത് കാര്യങ്ങളും ഇപ്പൊ പ്രാവിന്റെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്ത് സജഷൻസ് വേണമെങ്കിലും ഷെരീഫ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യല്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെയും അവര് ബന്ധങ്ങളോ അല്ലെങ്കിൽ നമ്മളെ പ്രാവിന്റെ കാര്യങ്ങളോ എന്താ ചോദിക്കണേ അവരെവിടെയുണ്ട്, അവരുടെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഷെരീഫ് നമസ്കാരം. വിലാസ് ഭായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില രീതിയിലുള്ള ട്രെയിനിങ്സും ടെക്നിക്സും ഒക്കെ നിങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഏത് രീതിയിൽ എങ്ങനെയാണ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? ഞാനിപ്പോ കാര്യമായിട്ട് ടെക്നിക്സ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. വിലാസിന്റെ കൂട്ടിലുള്ള പ്രാവുകളെ കണ്ടാൽ തന്നെ ഇവിടെ വന്ന ആൾക്കാർക്ക് മനസ്സിലാവും ടെക്നിക്സിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ടതില് ഇപ്പൊ കണ്ണൂർ ഒരുപാട് കൂടുകളിൽ ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളും വെറൈറ്റി കണ്ണുകളുള്ള പ്രാവുകളുള്ള ഒരു കൂടുണ്ടെങ്കിൽ അത് വിൽസ്ലോഫ്റ്റ് മാങ്ങാട് തന്നെയാണ്. അത് ഞാൻ വിലാസിനോടും പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ വിലാസ് പ്രാവുകൾക്ക് വേണ്ടി ജീവിക്കും പോലുള്ള ഒരു വ്യക്തിയാണ്. പൈസ നോക്കലില്ല. അതിപ്പോൾ ഞാറുകവന്നായാലും എവിടുന്നായാലും അവൻ പ്രാവുകളെ കൊണ്ടുവരും. അപ്പോൾ പ്രാവുകൾ ഇപ്പോൾ എവിടെയെങ്കിലും നല്ല പ്രാവുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരും.
ഞാൻ ഇതെടുക്കട്ടെ. ഞാൻ ചിലപ്പം പറയും വേണ്ട, എന്തിനാന്ന് ഒരുപാട് പ്രാവുകൾ ഉണ്ടല്ലോ, നമുക്ക് നോക്കിയിട്ട് പിന്നെ എടുത്താൽ പോരെന്നൊക്കെ ഞാൻ പറയും. പക്ഷെ എന്നാലും ഞാൻ അറിയാതെ ആ പ്രാവുകളെ ഇവിടെ എത്തിക്കും. അപ്പൊ അത്രയും ക്രൈസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്താ വെച്ചാൽ പറപ്പിക്കണമെന്നല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂടുതലുള്ള ഒരാളാണ്. അതായത് ക്രിക്കറ്റിലായാലും പ്രാവിലായാലും. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഓനിങ്ങനെ പ്രാവുകളെ കൊണ്ടുവന്നിട്ട് പറപ്പിക്കണമെന്നുള്ള, അൺലിമിറ്റഡിലേക്ക് പറപ്പിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മളെ പൂർണ്ണ സപ്പോർട്ട് ഓനുണ്ടാവും. ഷെരീഫ് ഖാ, ഈ ഒരു ഏരിയ, അതായത് ഇപ്പോ വിലാസ് ഭായ് വളർത്തുന്ന ഒരു ഏരിയ, ഞാൻ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു പറയും. ഇപ്പൊ അനീഷാടിനോടായാലും വിലാസ് ഭായിയോട് ചോദിച്ച പോലെ തന്നെ നിങ്ങളോടും കൂടി ചോദിക്കുന്നത്, നിങ്ങളെ പിന്നെ കണ്ണില് ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രാവിനെ പറപ്പിച്ച് ഇരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ഇവിടെ കണ്ടെടുത്തോളം, പ്രാവിന്റെ പറവ കണ്ടെടുത്തോളം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? 2 കൂടുകളിലാണ് ഏറ്റവും കൂടുതൽ തന്നെ ഒരു അട്രാക്ഷൻ ചെയ്ത പറവ ഉണ്ടായത്. ഒന്ന് വിൽസ്ലോഫ്റ്റ് മാങ്ങാട് തന്നെ, അത് ഒരു 2 കല്ലി കുട്ടിയായിരുന്നു. അത് നാർഗോവെന്നോ കൊണ്ടുവന്ന പ്രാവ. അപ്പോൾ അതൊരു, നമ്മളിവിടെ കത്തങ്ങപ്പുള്ളി എന്ന് പറയും, അവര് ഗീരി എന്ന് പറയുക. അപ്പം ആ പ്രാവിൻ്റെ പറവ കണ്ടിട്ട് എന്നുവെച്ചാൽ 2 പ്രാവിനെ വിട്ടെങ്കിലും അന്ന് രാവിലെ തന്നെ ഒരു വെള്ളപ്രാവ്, അത് ഒരു നോർമലി പ്രാവ, ഒരു 2 മണിക്കൂറെല്ലാം പറക്കുന്ന പ്രാവാണ്. അപ്പോൾ ആ പ്രാവ് 2 മണിക്കൂർ പറന്നിരുന്നതിന് ശേഷം ഈ 2 കല്ലി പ്രാവ് 13-14 ഒറ്റക്ക് പറന്ന പ്രാവാണ്. പക്ഷെ അത് പറന്നതെങ്കിലും അതിനൊരു സ്ഥലമുണ്ട് ഇരിക്കാൻ, തെങ്ങിൻ്റെ ഒരു പട്ടയം, അയ ഒരു ഓലമ്മലാണ് ആ പ്രാവ് ഇരിക്കുള്ളൂ. എത്ര തെങ്ങുകൾ വെച്ചാൽ അയ ഒരു ഓലയിൽ അവിടെ ഇരുന്നതിന് ശേഷം താഴെ കൂട്ടിലേക്ക് വരുള്ളൂ. അതും ആ പ്രാവിനെ വിടുന്ന സമയത്ത് കണ്ടാൽ മേലോട്ടേക്ക് പോകുന്നത് കണ്ട് അതൊരു അത്ഭുതകരമായ കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു പറവ കണ്ടതെന്ന് വെച്ചാൽ, കണ്ടതെന്നല്ല, പ്രാവ് ഇരിക്കുന്നത് ഇപ്പോൾ 18-10 പറന്നത് മറിയഞ്ചാല അവൻ്റെ പ്രാവ് ഇരിക്കുന്നത് കണ്ട ഒരു ആ കാഴ്ച എൻ്റെ മനസ്സിലുള്ള ഒരു കാഴ്ചയാണ്. പക്ഷെ അത് ഈ 2 പറവകളിലും പ്രാവ് ഇരുന്നത് അതെന്നും എൻ്റെ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ആ ട്രെയിനിങ് ഇപ്പോൾ മറിയഞ്ചാലിൻ്റെതായാലും ആ പ്രാവുകളായ ഓട്ടിൽ ഇരുത്തിയത്, അത്രയും തെങ്ങിലൊന്നും ഇരുത്താതായ ഓട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു രംഗം, അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രംഗം തന്നെയാണ്. അല്ല, ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷം കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഫുള്ള് മരങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ളത്. ഇപ്പം നിങ്ങളൊരു കണ്ണില് ഇപ്പൊ ഇവരെ കൂട്ടിലെ പ്രാവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പം ഈ ഒരു പിന്നെ നിങ്ങൾ കുറെ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രാവുകൾ ഏതൊക്കെയായിരിക്കും? അങ്ങനെ പ്രാവുകൾ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ ഇവര്, അതായത് വിലാസ് ഭായിന്റെ കൂട്ടില് കുറേ, ഞാൻ തന്നെ ഇപ്പം കണ്ടിട്ട് അത്ഭുതപ്പെട്ട കുറെ പ്രാവുകളുണ്ട് ഓരോന്ന് കണ്ടിട്ട്. അപ്പൊ നിങ്ങളെ ഒരു കണ്ണില് ഏതൊക്കെയായിരിക്കും? എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രാവ് എന്ന് പറഞ്ഞാൽ സബ്ജപ്രാവാണ്. സബ്ജപ്രാവ. എന്റെ ഏത് പ്രാവിലും സബ്ജ കലർത്തിയ പ്രാവുകളാണ് ഞാൻ പറത്തുന്നതും. ആർക്ക് കൊടുക്കുന്നെങ്കിലും അത് വെള്ളമായാലും അത് സബ്ജ കലർന്ന പ്രാവായിരിക്കും, പ്യൂർ വെള്ളമല്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ പ്രാവ് പറപ്പിക്കുന്നതും മറ്റുള്ള കൊടുക്കുന്ന പ്രാവൊക്കെ അത് തന്നെയാണ്, സബ്ജയിലുള്ള പ്രാവുകളാണ്. പക്ഷെ വിലാസിന്റെ അടുത്ത് ഒരുപാട് പ്രാവുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രാവുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ വെറൈറ്റി കണ്ണുകളുള്ള കൂടുതലുള്ള പ്രാവ് കണ്ടത് ഇവിടെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരുപാട് പ്രാവ് ഒരുപാട് കൂട്ടി പോയി നോക്കിയെങ്കിലും വെറൈറ്റി കണ്ണുകൾ കാണുന്നത് വിലാസിന്റെ വീട്ടിൽ. അത് എന്താന്നറിയില്ല, വിലാസിന് ആ കണ്ണുകളോടുള്ള ഒരു അട്രാക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറന്നാലും പറന്നിട്ടില്ലെങ്കിലും ആ പ്രാവിനെ എടുക്കും. ശരി, ഇപ്പം കണ്ണൂർ തന്നെ, കണ്ണൂർ എന്നല്ല, ഏകദേശം ഓൾമോസ്റ്റ് പറവപ്രാവ് ഫീൽഡിലുള്ള എല്ലാവർക്കും നിങ്ങളെ അറിയാം. അപ്പം നിങ്ങളെ ഒരു അഭിപ്രായത്തില് പിന്നെ വിലാസ് ഭായിന്റെ അടുത്തുള്ള പ്രാവുകളുടെ ഒരു എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? ഞാൻ വിലാസിന്റെ പ്രാവുകൾ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രാവിനെ അപേക്ഷിച്ചിട്ട് നമ്മളെക്കാട്ടിയും ക്വാളിറ്റി കൂടിയ പ്രാവുകൾ തന്നെയാണ് വിലാസിന്റെ കൂട്ടിലുള്ളത്. നമ്മള് മഞ്ഞക്കണ്ണും അതുപോലെ കരിങ്കണ്ണും പ്രാവിന് മാത്രം കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ വെറൈറ്റി കണ്ണുകളോടെ നമ്മളെ കൂട്ടിലൊന്നും ഇല്ല. ഏതെങ്കിലും 1-2 പ്രാവ് ഉണ്ടാവും. പക്ഷെ ഇതിലിപ്പോ ഒരു 100 പ്രാവ് ഉണ്ടെങ്കിൽ 85% പ്രാവും വെറൈറ്റി കണ്ണുള്ള പ്രാവുകളാണ്. അതാണ് നമ്മളിപ്പോ കാണുന്നത്. പക്ഷേ അത് വലിയൊരു ഉപകാരത്തിലെത്തിക്കാൻ ഇവർക്ക് സമയങ്ങളില്ല. പ്രാവ് ഇപ്പൊ എങ്ങനെ നല്ല പ്രാവുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, സമയക്കുറവ് ഇവർക്ക് നല്ല പോലെ ഉണ്ട്. അതിപ്പോ വേറൊരാളും കൂടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അടുത്ത്. അപ്പോ അൺലിമിറ്റഡിലേക്കുള്ള ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. പറക്കട്ടെ, നമ്മളെ കഴിയുന്ന സഹായങ്ങൾ നമ്മളും ചെയ്തു കൊടുക്കും. ശരി. ഇത് ഈ സുർമൈ ഫീമെയില് 13-24 എൻ്റെ വീട്ടിൽ പറന്ന പ്രാവാണ്.
ഇതിൻ്റെ കൂടെയുള്ള മെയിൽ ഞാൻ നാഗപട്ടണത്ത് നിന്ന് കൊണ്ടതാണ്. ഇതാണ് ഇപ്പോഴത്തെ പുതിയ പെയർ. ഇതിൻ്റെ കുട്ടികൾ ഫ്ലൈയിങ് ലോഫ്റ്റിലുണ്ട്. ഇത് ഇപ്പം നിങ്ങൾ കണ്ട സുർമൈ ഫീമെയിലിൻ്റെ അച്ഛനാണ്. ഇത് നമ്മൾ 300 എന്നാണ് വിളിക്കൽ. ഈ റിംഗ് നമ്പർ 300 ആണ്. ഇത് ആക്ച്വലി താഴത്തൊരു എൻ്റെ സുർമൈ ലൈന് പറഞ്ഞതിന് അതിൻ്റെ പറന്ന ലൈനിൻ്റെ മോനാണ്. ഇത് ആക്ച്വലി എൻ്റെ കൂട്ടിൽ 13-24 പറന്നതിൻ്റെ സിസ്റ്ററാണ്. 13-24 പറന്ന സബ്ജ ലൈനിൻ്റെ പറന്ന പ്രാവ് ഇപ്പോൾ കയ്യിലില്ല, അത് ചത്തുപോയി. ഇതിന് കൂടെയുള്ള മെയിൽ ഇപ്പം നമ്മളൊരു സ്നേഹിതൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാണ്. അത് കാട്ടുപൊത്തൂർന്ന് അവർ കൊണ്ടുവന്ന പ്രാവാണ്. ഇതിൻ്റെ ലൈനേജ് എല്ലാം പറക്കുന്നുണ്ട്. ഇത് ഈ മെയിൽ നാഗർകോവിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റോബിൻ അണ്ണ എന്ന് പറഞ്ഞിട്ട്. അവരെ വെള്ള സെറ്റിൽ വരുന്ന പ്രാവാണിത്. ഇതവിടെ അവരെ സ്നേഹിതനടുക്കെല്ലാം 19-20 ലൈന് ആ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാക്കളെല്ലാം. ഈ മെയിലിൻ്റെ ഈ ഫീമെയിൽ ഞാൻ നാഗർകോവിൽ കൊണ്ടുവന്നതാണ്. പുതിയ സെറ്റപ്പ് ഇട്ട് വെച്ചതാണ്. നോക്കാം. ഇതിപ്പോൾ നമ്മളൊരു പുതിയ ജോഡാണ്. ഈ മെയിൽ എൻ്റെ പഴയ മെയിലാണ്. ഇത് നമ്മൾ എല്ലാ സുരേഷ് മെയിൽ എന്നാണ് പറയൽ. പക്ഷേ എന്നാലും എല്ലാ സുരേഷ് ആണോ കടപ്പ രാജൻ്റെ ലൈനേജ് ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഞാൻ വേറെ വാങ്ങിച്ച ആൾക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞത് വ്യത്യാസമുണ്ട്. ഇത് പുതിയ ജോഡാണ്. ഇപ്പോൾ ഈ ഫീമെയിൽ എന്ന് പറയുന്നത് ഇപ്പം പുള്ളി ഫീമെയിൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഫൈസൽ നിന്ന് നാഗർകോവിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. ഇത് പുതിയൊരു സെറ്റപ്പ് ഇട്ടതാണ്. ഇനി നോക്കാം. പക്ഷേ ഇത് അൺലിമിറ്റഡിനുള്ള ഒരു സെറ്റാണിത്. ഇത് ഞാൻ പറഞ്ഞ ആ മെയിൽ ബേർഡാണ്. എല്ലാ സുരേഷ് ഇല്ലെങ്കിൽ കടപ്പരാജൻ ലൈനേജ്. ഷുവറിറ്റി ഇല്ല, പക്ഷേ അവർ രണ്ടാളുള്ള ആയതുപോലെ അവരുടെ മെയിൻ ലൈനേജാണിത്. ഇതെൻ്റെ ഒരു അറൗണ്ട് 6-7 years ആയി ഓൾറെഡി. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു സ്നേഹിതനെടുക്കുന്ന നാഗർകോവിൽ നിന്ന് വാങ്ങിച്ച പ്രാവാണ്. ഇതിൻ്റെ കുട്ടികളെല്ലാം അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ബേർഡ്സാണ്, അൺലിമിറ്റഡിനുള്ള ബേർഡ്സാണ് ഇതെല്ലാം. ഈ ഒരു പ്രാവ് ഏതായിരുന്നു? ഇത് എൻ്റെ ജാക്പുള്ളി ലൈനേജ് പ്രാവാണ്. പഴയ ലൈനേജ് പ്രാവാണ്. ഇതിൻ്റെ മക്കളെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് നമ്മളെ പ്രൊഫസർ രാംപ്രസാദ് മോട്ടിയേട്ടനെല്ലാം വന്ന് കണ്ട പ്രാക്കളിലാണ്. ഷെരീഫ് ഖാൻ്റെ പ്രാക്കളാണ്. ഇതെല്ലാം അൺലിമിറ്റഡുള്ള പ്രാക്കൾ, നാഗർകോവിൽ ലൈനേജ് പ്രാവാണ്. ഇത് ആരെയാ കറക്റ്റ് പറയാൻ പറ്റില്ല, എന്നാലും ഇതൊരു ഫേമസ് ഒരാളെ പ്രാവാണ്. ഇത് ഞാൻ ഒരു സെല്ലറുടെ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ അതിൻ്റെ ലൈനേജ് എല്ലാം നല്ല പറവയാണ്. ഇതിപ്പം നിങ്ങൾ ഈ ഫീമെയിലെ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ച ടൈം ഇത് രണ്ടും പെയറായിട്ടാണ് നമ്മൾ ലാസ്റ്റ് ടൈം ബ്രീഡ് ചെയ്തത്. ഇതിൻ്റെ ഒരു സെറ്റ് കുട്ടികൾ എൻ്റെ ഫ്രണ്ട് അനീഷിൻ്റെ കയ്യിലുണ്ട്, പൂതപ്പാറയിലാണ്. പക്ഷേ ഇതിൻ്റെ കുട്ടി എൻ്റെ പുതിയ ലോഫ്റ്റിൽ ട്രെയിനിങ്ങിൻ്റെ ടൈം ഒരു 4:45 മണിക്കൂർ, ഒരു 6:45 വരെ പറന്നുകൊണ്ടിരിക്കുന്ന ടൈം ചിക്കറ കൊണ്ടുപോയതാണ്. പക്ഷേ എപ്പം വിടുന്ന്, ഏത് ടൈമിൽ വിടുന്ന് പ്രാവ് ഈട് അല്ലാണ്ട് പ്രാവ് ഇരിക്കില്ല. അങ്ങനത്തെ ലൈന് പ്രാക്കളാണ് ഈ രണ്ട് ഇതിൻ്റെ കുട്ടികളെല്ലാം വരുന്നത്. ഇതിപ്പോൾ പുതിയ നമ്മളൊരു എൻ്റെ പഴയ ലൈനായിട്ട് മിക്സ് ചെയ്ത് നോക്കുന്നതാണ് ഫീമെയിൽ. മെയില് ഇപ്പം സിംഗിളായിട്ടാണ് ഉള്ളത്. ഇത് ആക്ച്വലി ഡബിൾ ഐ ബേർഡാണ്. നിങ്ങൾ മുന്നേ വീഡിയോയിൽ കണ്ട സെയിം ഫീമെയിലാണ്. പക്ഷെ ക്വാളിറ്റി വൈസ് നല്ല ഹെവി ലൈനേജ് ആണ്. ഇത് ലാസ്റ്റ് സീസണിൽ ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്ന ലൈനേജാണ്. ഇതെനിക്ക് നാഗർകോവിലുള്ള സ്റ്റാലിനെണ്ണ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച പ്രാക്കളാണ്. ഒരു ജാക്പുള്ളി, ഇതിൻ്റെ ഫീമെയിൽ. ഇതിലിപ്പം പുതിയ ബാച്ച് കുട്ടികൾ ഒരു സെറ്റ് എൻ്റെ ഫ്രണ്ട് അനീഷിനടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പുതിയ ഫ്ലൈയിങ് ലോഫിലേക്ക് ഇപ്പം നമ്മൾ ഒരു 2-3 കുട്ടികൾ മാറ്റിയിട്ടുണ്ട്. ഇനി സീസണിൽ ഇതിപ്പോൾ ഞാൻ കാണിച്ച ഫീമെയിലാണ്. ഡബിൾ കണ്ണൽ പൊട്ട് കണ്ണൽ വരുന്നത്. ഇത് പക്ഷേ നല്ല ലൈനേജ് പ്രാവാണ്.
അൺലിമിറ്റഡിനെല്ലാം പറ്റിയ ലൈനേജാണ്. ഫീമെയിലുള്ള അതിൻ്റെ പേരാണ് ജാക്പുള്ളി മെയിൽ. നാഗർകോയിൽ ലൈനേജാണ്. സ്റ്റാലിനാണ് എനിക്ക് എൻ്റെ അടുത്ത് വാങ്ങിച്ച പ്രാക്കളാണ്. അവരെല്ലാം 23 എല്ലാം പറപ്പിച്ച ആൾക്കാരാണ്. ഓക്കെ, ഇത് നാഗർകോയിൽ ലൈനേജ് ബേർഡാണ്. മെയിലാണ്. ക്വാളിറ്റി ഇനിയിപ്പം നമുക്കിനി പറപ്പിച്ച് നോക്കിയാൽ നമുക്കറിയാം. പുതിയ ജോഡിപ്പം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫീമെയിൽ LR സുരേഷ് ലൈനേജ് സബ്ജപ്പുള്ളി ഒരു ഫീമെയിലാണ്. അതിനിപ്പം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ LR സുരേഷ് ലൈനേജ് ബേർഡാണ്. ഇത് നമ്മളൊരു സ്നേഹിതൻ നമ്മളെ കൂട്ടിൽ വന്ന് കൊണ്ടു തന്നതാണ്. അവർക്ക് വെളിയിൽ നിന്ന് ആരോ കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ബ്രീഡിങ് സെറ്റായിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പേരായിട്ട് നമ്മളിപ്പോൾ കാണിക്കുന്നതായിരിക്കും. ഇനി ഈ സീസൺ നോക്കാം ഇതിന് കുട്ടികൾ പറക്കോ ഇല്ലയോ. മെയിലാണ്. ഇതിൻ്റെ കുട്ടി ഇവിടെ ടൂർണമെൻറ്റ് 1250 എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നാഗർകോയിൽ ലൈനേജ് പ്രാവാണ്. ഇനിയിപ്പോൾ പുതിയ സെറ്റ് ഓൾറെഡി ഫ്ലൈയിങ് ലോഫ്റ്റിൽ ഇതിൻ്റെ കുട്ടിയുണ്ട്. ഇപ്പോൾ ഇതേ ജോഡിൻ്റെ ഈ സീസൺ അറിയാം. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് പറയാം ഒരായി. ഇതാ മെയിലിൻ്റെ പെയർ ഫീമെയിലാണ്. ഇത് നാഗർകോയിൽ മഹാദേവൻ എന്ന് പറഞ്ഞ ആളെ പ്രാവാണ്. ഇതിൻ്റെ ഈ സെയിം സെറ്റിൽ ഇതേ മദർ പോലെ തന്നെ ഫീമെയിൽ പോലെ തന്നെ ഒരു കുട്ടി ഫ്ലൈയിങ് ലോഫിലുണ്ട്. സീസൺ നോക്കാം. ഒരു വെട്ടേണിൽ വരുന്ന പ്രാവ് അല്ലേ? കുറച്ചൊരു വെട്ടേൺ ടൈപ്പ് പ്രാവും, പക്ഷേ ക്വാളിറ്റി വൈസ് കുറച്ച് നല്ല പ്രാവാണ്. ഇതൊരു ജാക്പുള്ളി ലൈനേജ് എൻ്റെ കൂട്ടിലുള്ളൊരു പ്രാവാണ്. ഞാൻ കുട്ടിയിൽ കൊണ്ടുവന്ന പ്രാവാണ്. അപ്പം ഒരുവിധ ആൾക്കാരെല്ലാം കണ്ട് ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഞാൻ മാറ്റി വെച്ച ഒരു പട്ടയിലുള്ള ഒരു പ്രാവാണ്. മെയിലാണ്. ഇതിപ്പോൾ പുതിയ സെറ്റ് ഇട്ടാണ്. അതിൻ്റെ ഫീമെയിൽ എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു വെള്ള മെയിൽ LR സുരേഷ് ലൈനേജ് അല്ലെങ്കിൽ കടപ്പ ലൈനേജ് എന്ന് പറയുന്ന മെയിൽ അതിൻ്റെ മോളാണ്. ഇതിൻ്റെ ഫീമെയിൽ ഇതെൻ്റെ കൂട്ടിലുള്ള LR ലൈനേജ് എന്ന് പറയുന്ന ഒരു മെയിൽ വൈറ്റ് മെയിൽ അല്ലെങ്കിൽ ആ ലൈനേജിലുള്ള പ്രാവിൻ്റെ കുട്ടിയാണ്. ഇത് നമ്മൾ സ്റ്റോക്ക് ബേർഡായിട്ട് കട്ട് ചെയ്ത് വെച്ച പ്രാവാണ് ഫീമെയിൽ. അത് നമ്മൾ കൊയിലാണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന മെയിലാണ്. ഇത് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, തോട്ടട ബീച്ച് ഹൗസിന് ഓണർ. അവരുടെ ഫ്രണ്ടിൻ്റെ ലൈനേജ് ബേർഡാണ് ഈ മെയിലിപ്പം. അവർ കൂട്ടുന്ന കൊണ്ടുവന്ന പോലെ ഇത്ര ഗ്ലാമറസ് ഇല്ല. ഇപ്പം കുറച്ച് ഗ്ലാമറിലും മാറി നല്ല ഇത്. പക്ഷേ ഇതിൻ്റെ പട്ടയെല്ലാം നല്ല പറക്കുന്നുണ്ട്. ഇതിനുള്ള ജോഡി നമ്മളിപ്പം ഫീമെയിൽ ഓൾറെഡി വീഡിയോയിലുള്ളതാണ്. ഇതാണ് ആ മെയിലിൻ്റെ പേരിട്ട ഫീമെയിൽ. നാഗർകോയിൽ ലൈനേജ് ബേർഡാണ്. ഒരു വാൽക്കറുപ്പ് ടച്ച് പ്രാവാണ്. ഇതിൻ്റെ കുട്ടികളെല്ലാം നമ്മളെ ഫ്ലൈയിങ് ലോഫ്റ്റിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പറക്കാൻ. നല്ല പറവയാണ്. ഇത് എന്നാൽ എൻ്റെ കൂട്ടിൽ ഇറങ്ങിയൊരു കുട്ടിയാണ്. പക്ഷേ ജാക്പുള്ളി ലൈനേജ് എൻ്റെ നാഗർകോയിൽ ലൈനേജ് പ്രാവാണ്. ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഈ ലൈനേജിൻ്റെ എല്ലാം നല്ല ടൈമിങ് കിട്ടുന്ന പ്രാവാണ്. ഈസി ആയിട്ട് പറപ്പിക്കാം. കാരണം ഒന്നാമത് ഈ
മരങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഈ ഹൈ കപ്പാസിറ്റി ബേർഡ്സിന് ഇവിടുന്ന് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മിസ്സായാൽ റിട്ടേൺ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ അധികം പറപ്പിക്കാറില്ല. ഇപ്പോൾ പുതിയ ഫ്ലൈയിങ് ലോഫ്റ്റിൽ ഇതിൻ്റെ എല്ലാം കുട്ടികൾ പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ പെയർ അൺലിമിറ്റഡുള്ള പെയറാണ്. ഇപ്പോൾ മുന്നേ കാണിച്ചാൽ ഒരുവിധം ഒരു 80% 90% അൺലിമിറ്റഡിൻ്റെ കപ്പാസിറ്റിയുള്ള യങ്സ്റ്റേഴ്സ് ബ്രീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ബേർഡ്സാണ്. ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഫൈസൽ നാഗർകോയിൽ. ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയാം, നല്ല ബന്ധമാണ്. അപ്പം അവൻ തന്ന പ്രാക്കളെല്ലാം എൻ്റെ കൂട്ടിൽ പറന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഓപ്പണായിട്ട് പറയാം, നല്ല പ്രാക്കളാണ്. ഇത് ഞാൻ നാഗാട്ടിനകത്തുനിന്ന് നമ്മൾ സ്നേഹിതൻ ത്രൂ കൊണ്ടുവന്ന ഒരു പ്രാവാണ്. പട്ടയെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇവിടെ ബ്രീഡിങ് സെറ്റായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കണ്ണ് കൊത്ത് കൂടിയിട്ട് പോയ ഒരു കണ്ണാണ്. ഇതിപ്പോൾ നമ്മളൊരു സെറ്റ് പുതിയ ജോഡിട്ടാണ്. കുട്ടികളിപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാഗർകോവിലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഫീമെയിൽ പ്രാവാണ്. അതാണിപ്പോൾ കറൻ്റ്ലി അതിൻ്റെ ഒരു പെയറായിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഇതിൽ തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും പ്രാവ് ഭയങ്കര ഗ്ലാമറസ് അങ്ങനെ നോക്കിയിട്ട് പ്രാവിനെ ഒരിക്കലും എടുക്കരുത്. കുറച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സ് വേണം, പക്ഷേ ചില കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച വെച്ച് ചെയ്താലേ നല്ല ക്വാളിറ്റിയുള്ള പ്രാക്കളെ നിങ്ങൾക്ക് ഇറക്കുക. കാരണം കാഴ്ചയിൽ ഗ്ലാമറസ് ഉണ്ടായാൽ പ്രാവ് ഇറക്കണമെന്നില്ല. അത് അനുഭവം ആണ് നമ്മൾ പഠിപ്പിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം നാഗർകോവിൽ ലൈനേജ് പ്രാക്കളാണ്. ഇത് നമ്മൾക്ക് സ്റ്റാലിനെണ്ണ കൊടുത്തുവിട്ട ഒരു മെയിലാണ്. ഈ ഫീമെയിൽ നമ്മൾ അവിടുന്ന് ഇഷ്ടപ്പെട്ട് എടുത്ത ഒരു പ്രാവാണ്. ഇത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കറിയുന്ന ഒരു പയ്യനെടുക്കുന്ന വാങ്ങിച്ച പ്രാവാണ്. നാഗർകോവിൽ പ്രാവാണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചിക്രൻ ഫാൽക്കൺ ഉള്ള സ്ഥലത്ത് ഈ പ്രാവിൻ്റെ കുട്ടികളെ വിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് സ്ലോ പറവയാണ്. അൺലിമിറ്റഡിനുള്ള പറ്റിയ പ്രാവാണ്, പക്ഷേ സ്ലോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുക. ഈ ഒരു പ്രാവ് വന്നിട്ട് ഇത് ഈ എൻ്റെ പഴയ ആണാണ്. നമ്മൾ ഗ്രീൻ റിംഗ് മെയിൽ എന്നാണ് പറയൽ. ഇത് ഞാൻ പണ്ട് ശിവബാലൻ കൂട് അവർ എന്താ പറയുക റേസിംഗ് ഹോമറിലേക്ക് മാറുന്ന ടൈം അവരുടെ അടുത്ത് വാങ്ങിച്ച ഒരു മെയിലാണ്. ഇതിൻ്റെ കുട്ടിയെല്ലാം അൺലിമിറ്റഡ് പറന്ന പ്രാവ്. ഇതെല്ലാം പ്രൊഫസറിലും കണ്ട പ്രാക്കളാണ്. ഇതെല്ലാം അവരെല്ലാം മാർക്ക് ചെയ്ത പ്രാക്കളാണ്. ഈ ഫീമെയിൽ നാഗർകോവിലിൽ നിന്ന് കൊണ്ടുവന്നൊരു പട്ടയിൽ കൊണ്ടുവന്നൊരു പ്രാവാണ്. ഇതിൽ ഇവിടെ പറന്ന പ്രാവാണ്. ഈ ജോഡാണ് പുതിയ സെറ്റ്. ഈ കുട്ടികളെങ്ങനെ നോക്കാം. കാരണം ഇതിന് മുന്നേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പ്രാവിടെ മേലെ പറന്നിട്ടുണ്ട് ഈ ആണിൽ. അപ്പോൾ ഇത് കുറച്ചൊരു കറുപ്പ് മിക്സിൽ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ റിങ്. ഇത് നമ്മളൊരു മെയിൻ ഹൈ ക്വാളിറ്റി ഒരു മെയിലാണ്. നാഗർകോവിൽ ലൈനേജ് പ്രാവാണിത്.